മടികൂടാതെ ആദരങ്ങൾ തുറന്നേ, ആ കരങ്ങൾ ഉയർത്തുക. നല്ല കർത്താവിന് എല്ലാം മഹത്വം കൊടുത്തേ, നല്ല കർത്താവിന് എല്ലാം മഹത്വം കൊടുത്തേ. ഇന്നെന്ന ഭാരത്താൽ ഞരങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്ന് അരുളി ചെയ്ത നല്ല കർത്താവ് ഭക്തനെ കാക്കയെ കൊണ്ട് പോറ്റിയതുപോലെ എന്നെയും കഴിഞ്ഞ ഒരാഴ്ച പോറ്റി പുലർത്തിയെന്ന് ഹൃദയം തുറന്ന് വിശ്വസിക്കാൻ കഴിയുന്നവരെല്ലാം ആദരങ്ങൾ തട്ടി അല്പനിമിഷങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ജീവിതത്തിൻ്റെ ശോധനകളുടെ നടുവിൽ കൂടെ കടന്നുപോയപ്പോൾ, ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ കടന്നുപോയപ്പോൾ, ഒന്നുമില്ലായ്മയുടെ നടുവിൽ കൂടെ കടന്നുപോയപ്പോൾ, ആരും നിന്നെ ചേർത്തണയ്ക്കാതിരുന്നപ്പോൾ, ഒരു സഹായത്തിൻ്റെ ഹസ്തം പോലും നിന്റെ ജീവിതത്തിന് നേരെ നീട്ടാതിരുന്നപ്പോൾ, തിരുക്കരം നീട്ടി നിന്നെ കാത്തുപരിപാലിച്ച, നിന്നെ അത്ഭുതകരമായി നടത്തിയ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാവിലെ ആലയത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ എങ്ങനെ അവനെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയും? എങ്ങനെ അവനെ ആരാധിക്കാതിരിക്കാൻ കഴിയും? എങ്ങനെ അവനെ സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയും? കരം നീട്ടി നന്ദി പ്രാപിച്ച ദൈവമക്കളെ, നന്മ പ്രാപിച്ച ദൈവമക്കളെ, ഉപകാരങ്ങൾ ജീവിതത്തിൽ ദൈവം എത്രയോ ചെയ്തു തന്നു. തകർന്നു പോയ നിമിഷങ്ങൾ ജീവിതത്തിൽ ഇല്ലായിരുന്നോ? വേദനിച്ച നിമിഷങ്ങൾ ജീവിതത്തിൽ ഇല്ലായിരുന്നോ? പരാജയപ്പെട്ടു പോയെന്ന് വിചാരിച്ച നിമിഷങ്ങൾ ജീവിതത്തിൽ ഇല്ലായിരുന്നോ? ഞാൻ ഒറ്റയ്ക്കായി പോയെന്ന് ചിന്തിച്ച നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നോ? അവിടുന്നെല്ലാം അപ്പന്റെ കരം നീട്ടി പരിപാലിച്ചു. ഇന്ന് രാവിലെ ഞാൻ പറയാം, ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. ഈ ആരാധനയുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വിളങ്ങും. നിന്റെ ഭാരമോ, നിന്റെ പ്രയാസമോ, നിന്റെ വേദനകളോ എത്ര തന്നെ വലുതായാലും, എത്ര വലിയ ഭാരമായാലും, അതിനെ ഉരുക്കി കളയുവാൻ, അതിനെ പൊട്ടിച്ചു കളയുവാൻ, അതിനെ തകർത്ത് കളയുവാൻ കഴിവുള്ള യേശു ഇന്ന് രാവിലെ ആലയത്തിന് നടുവിൽ വന്നിട്ടുണ്ട്. നിന്നെ അറിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, അത് യേശു കർത്താവ് മാത്രമാണ്. നിന്റെ വേദന അറിയുന്ന, നിന്റെ പ്രയാസം അറിയുന്ന, നിന്റെ രോഗത്തിന്റെ ഭാരം അറിയുന്ന, നിന്റെ വേർപാടിന്റെ വേദന അറിയുന്ന ഒരുവൻ മാത്രം ഇന്ന് രാവിലെ ആലയത്തിന് നടുവിലുണ്ട്. അവന്റെ പേരാണ് നസ്രയനായ യേശു. ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ പറയാം, ഭവനത്തിൻ്റെ അകത്ത് മരിച്ചാലും, അല്ല മരിച്ചവനെ തെരുവിലൂടെ മഞ്ചത്തിൽ കൊണ്ടുപോയാലും, അല്ല അവനെ കല്ലറയ്ക്കകത്ത് അടക്കം ചെയ്താലും, ഒറ്റ വാക്കുകൊണ്ട് മരിച്ചവനെ ഉയർപ്പിക്കാൻ കഴിയുന്ന യേശു കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാവിലെ ആലയത്തിന് നടുവിൽ വ്യാപരിക്കുമ്പോൾ പ്രതികരിക്കെ. നിന്റെ കേവല കടഭാരം കർത്താവിനൊന്നുമല്ല, നിന്റെ കേവലം രോഗം കർത്താവിനൊന്നുമല്ല, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്റെ കർത്താവിനൊന്നുമല്ല, നിന്റെ കുടുംബത്തിന്റെ തകർച്ചയുടെ പ്രശ്നം എന്റെ യേശു കർത്താവിനൊന്നുമല്ല. ഒറ്റ വാക്കിനാൽ എഴുന്നേൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാവിലെ ഭവനത്തിൽ മരിച്ചാലും, മഞ്ചത്തിൽ കൊണ്ടുപോയാലും, അല്ല കല്ലറയ്ക്കകത്ത് അടക്കം ചെയ്താലും അവിടുന്ന് ഉയർപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് രാവിലെ കടന്നു വന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ അവൻ സൗഖ്യം തരാൻ ശക്തനായ ദൈവമാണ്. അവൻ വിടുതൽ നൽകാൻ ശക്തനായത്. ഒരു നിമിഷം കണ്ണുകൾ അടച്ച്. സൗഖ്യദായകൻ എന്നേശു, ആടിപ്പിണരാൻ സൗഖ്യം നൽകി. വിശ്വാസത്തോടെ പാടി. സൗഖ്യദായകൻ എന്നേശു, ആടിപ്പിണരാൻ സൗഖ്യം നൽകി. പറഞ്ഞേ. ആശ്രയം എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം നീ
കുഞ്ഞാടേ നീയോ. ശബ്ദം ഉയർത്തി യോഗ്യൻ നീ, യോഗ്യൻ നീ. ആമേൻ യേശുവേ, സ്തുതികൾ യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. ഓ നിത്യമായി സ്നേഹിച്ചെന്നെ പറഞ്ഞേ തിരുനീണത്താൽ വീണ്ടെടുത്തു. നിത്യമായി സഭയുടെ ശബ്ദം ഉയരുന്നു. തിരുനീണത്താൽ വീണ്ടെടുത്തു. ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനേ. ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ച. കരങ്ങൾ ഉയർത്തി യോഗ്യൻ നീ യേശുവേ, കരങ്ങൾ ഉയർത്തി യോഗ്യൻ നീ. കരങ്ങൾ വീശി പാർക്കുന്നു യേശുവേ. സ്തുതികൾ എല്ലാവരുടെ കരങ്ങൾ ഉയർത്തി ഈ ആരാധനയിൽ യേശുവിനെ ഉയർത്തുകേ. യോഗ്യൻ നീ, ഓ യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീയോ. ഒരിക്കൽ കൂടെ ഓ യോഗ്യൻ നീ യേശുവേ, യേശുവേ. സ്തുതികൾ യോഗ്യൻ. മടുത്തു പോകാതെ കരങ്ങൾ ഉയർത്തി പാടുകേ. യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ യോഗ്യൻ. ദൈവ കുഞ്ഞാടേ, ദൈവ കുഞ്ഞാടേ യോഗ്യൻ. ദൈവ കുഞ്ഞാടേ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. ആ കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ച്, കരങ്ങൾ ഉയർത്തി. ഇന്ന് രാവിലെ ഈ ആരാധനയുടെ നടുവിൽ എനിക്കൊരു സൗഖ്യം ആവശ്യമാണ്. ഈ ആരാധനയുടെ നടുവിൽ എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. എൻ്റെ കടഭാരത്തിനൊരു മാറ്റം ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ നിലവാരത്തിന് ഒരു മാറ്റം ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നവർ ആ വലങ്കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ചാട്ടെ. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം ഇന്ന് രാവിലെ ഈ ആലയത്തിൻ്റെ നടുവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കുകയാണ്. അവൻ ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവമാണ്. അതിശയങ്ങൾ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവമാണ്. അവൻ നമ്മെ സ്നേഹിച്ചെങ്കിൽ അന്ത്യത്തോളം സ്നേഹിപ്പാൻ ശക്തനായ ഒരു ദൈവമാണ്. വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് രാവിലെ നാം ആരാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ നിങ്ങൾക്ക് വേണ്ടി തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. Praise the Lord. Hallelujah.